എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഒരു തമിഴ് മൂവിയെ കുറിച്ചാണ്. ഇങ്കും മൃഗങ്ങൾ വാഴുമെന്നാണ് സിനിമയുടെ പേര്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമ യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് അലീന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ യൂട്യൂബിൽ ജനുവരി 23-ന് OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയെക്കുറിച്ചാണ്. വരുൺ മൂർത്തിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് തുടരും. മോഹൻലാലാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയ്ക്ക് എയർലി ഷോസ് ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ എക്സ്പെക്ടേഷനോട് കൂടിയാണ് തുടരുമെന്ന സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT ഇന്ന് വരും നാളെ വരുമെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും കാതലൻ എന്ന സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് പോസ്റ്റർ പുറത്തുവിട്ടത്. ഇതിനർത്ഥം സിനിമ ഈ ആഴ്ച തന്നെ റിലീസ് ഉണ്ടാകും. നസ്ലിൻ, ദിലീഷ് പോത്തൻ, അനുഷ്മയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു എവറേജ് മൂവിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ബസൂക്ക. സിനിമ 2 വർഷം ഷൂട്ടിംഗ് ചെയ്തിട്ടാണ് ഇപ്പോൾ റിലീസിനെത്തുന്നത്. അടുത്ത മാസം ഫെബ്രുവരി 14-നാണ് ബസൂക്ക സിനിമയുടെ റിലീസ്. ഇപ്പോഴിതാ ബസൂക്കയ്ക്ക് പണി കിട്ടിയിരിക്കുകയാണ്. 2 ക്ലാഷ് സിനിമകളാണ് ഫെബ്രുവരിയിൽ വരുന്നത്. ബേസിലിൻ്റെ പൊന്മാൻ എന്ന സിനിമ ഫെബ്രുവരി 6-ന് വരും. അതുപോലെ തന്നെ പെപ്പയുടെ ദാവീദ് എന്ന സിനിമയും റിലീസുണ്ട്. ഇതുകൂടാതെ പ്രേമലു ടീമിന്റെ റൊമാൻസ് സിനിമയും ഫെബ്രുവരി 14-നാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തേരെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറിയാൽ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് നേർച്ചപ്പെട്ടി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ചെറിയ സിനിമയാണ്. ഒരു കന്യാസ്ത്രീയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമ ഇപ്പോൾ സൈന പ്ലേയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഡിസംബറിൽ സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് DNA പോസ്റ്റ്പോൺ ചെയ്തു. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റജി, അജു വർഗീസ്, സ്വാസിക, റിയാസ് ഖാൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ത്രില്ലർ സിനിമയായതുകൊണ്ട് തിയേറ്ററിൽ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. DNA എന്ന സിനിമയുടെ OTT സൈന പ്ലേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ ആഴ്ച തന്നെ റിലീസിനെത്തുമെന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 9-ന് സൈന പ്ലേയിൽ DNA എന്ന സിനിമ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ക്രൈം ഡ്രാമ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഇറങ്ങി 1 വർഷം കഴിഞ്ഞു. ഇതുവരെ വേല എന്ന സിനിമ OTT റിലീസിന് എത്തിയിട്ടില്ല. ഷെയ്ൻ നിഗം, സണ്ണി വെയിൻ, അതിഥി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചു. ജനുവരി മാസത്തിൽ വേല എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ഉണ്ടായിരിക്കും. ജനുവരി 30-നായിരിക്കും സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വടിവാസൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വെട്രിമാറിന്റെ പുതിയ സിനിമയായിരുന്നു വടിവാസൽ. 2 പാർട്ടായിട്ടാണ് സിനിമ വരാൻ പോകുന്നത്. സൂര്യയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് നെക്സ്റ്റ് വീക്ക് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ വീണ്ടും അണിയറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സുരാജ്, റാഫി, ഗ്രേസ് ആന്റണി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ED എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. എക്സ്ട്രാ ഡീസൻ്റ് എന്നാണ് സിനിമയുടെ പേര്. സുരാജാണ് സിനിമയിലെ നായകൻ. അതുകൊണ്ട് തന്നെ സിനിമ നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫാമിലി കോമഡി മൂവിയാണ് ED. ഈ സിനിമയുടെ HD പ്രിന്റ് ഇപ്പോൾ ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിലായിരിക്കും സിനിമയുടെ ഒഫീഷ്യൽ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തലപതി 69 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിജയുടെ ഏറ്റവും പുതിയ സിനിമയാണ് തലപതി 69. H വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വിജയെ കൂടാതെ നായികയായിട്ട് പൂജ ഹഡ്ജും സിനിമയിലുണ്ട്. ഈ സിനിമയുടെ ഒരു പോസ്റ്റർ ഇപ്പോൾ പൊങ്കലിന് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ബിഗ് ബൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. പക്ഷേ ബിഗ് ബൻ എന്ന സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്.
ഉണ്ട്. അനു മോഹൻ, അതിഥി രവി, മിയ, വിനയ് ഫോർട്ട്, വിജയ് ബാബുവാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ബിഗ് ബൻ എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ മാസം തന്നെ റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 25-നായിരിക്കും ബിഗ് ബൻ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജയിലർ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജയിലർ 2 ഈ മാസം തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രജനീകാന്തിൻ്റെ ജന്മദിനമായ ഡിസംബർ 12-ന് സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ജനുവരി മാസത്തിൽ സിനിമയുടെ വലിയ അപ്ഡേറ്റ് പുറത്തു വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നെൽസനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് OTT കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി. ഇതുവരെ സിനിമ റിലീസാകുന്നില്ല. അതിഥി രവി, ഭാവന തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ്. ഇപ്പോഴിതാ ഈ സിനിമ റിലീസിനെത്തുകയാണ്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആമസോൺ പ്രൈമിൽ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 25-ന് മുന്നേ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് വീരധീര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിക്രമിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് വീരധീര. ജനുവരിയിലാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഈ സിനിമയുടെ പോസ്റ്റർ ഉടനെ തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. 80 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 20 കോടി പോലും കളക്ഷൻ നേടിയിട്ടില്ല. ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 25-നാണ് ഹോട്ട്സ്റ്റാറിൽ ബറോസ് എന്ന സിനിമ റിലീസിനെത്തുന്നത്. സിനിമയുടെ HD പ്രിന്റ് നേരത്തെ തന്നെ ലീക്കായതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കുഞ്ചാക്കോ ബോബന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബേബി ഗേൾ. ഗരുഡൻ സിനിമ നിർമ്മിച്ച അരുൺ വർമ്മയാണ് ബേബി ഗേൾ സംവിധാനം ചെയ്യുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തു വരും. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം സിനിമ തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. ജോജി ജോർജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പണി. സാഗർ സൂര്യയാണ് സിനിമയിലെ വില്ലൻ. ഒരു തൃശ്ശൂരിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ OTT കഴിഞ്ഞ മാസമാണ് വിറ്റുപോയത്. സോണി ലീവാണ് പണി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ജനുവരി 2nd വീക്കിൽ സോണി ലീവിൽ പണി എന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 25-നായിരിക്കും സോണി ലീവിൽ പണി എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നാൽ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് മഹേഷ് നാരായണന്റെ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത്. ഈ സിനിമയുടെ ശ്രീലങ്കൻ ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു ശ്രീലങ്കൻ ഷെഡ്യൂളിന് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ്. വലിയ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയാണിത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് തമനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ആമസോൺ പ്രൈം നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ റിലീസായിട്ടില്ല. ജനുവരി മാസത്തിൽ ആമസോൺ പ്രൈമിൽ ബാന്ദ്ര സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ദിലീപ് ഒരു ഗാങ്സ്റ്ററായിട്ടാണ് സിനിമയിൽ വരുന്നത്. പക്ഷേ സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോൺ പ്രൈമിൽ സിനിമ വരുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 20-ന് മുന്നേ ആമസോൺ പ്രൈമിൽ ബാന്ദ്ര സിനിമ OTT റിലീസുണ്ട്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോൾ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി 50 ലക്ഷം രൂപ കളക്ഷൻ നേടി. ഈ സിനിമയുടെ OTT റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് മാർക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജനുവരി മാസം ലാസ്റ്റ് വീക്കിലോ ഫെബ്രുവരി ആദ്യ വാരമായിട്ടായിരിക്കും OTT റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.